Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. Good morning and good evening. How are you everybody? I trust you're all keeping well. നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുക. We are all people who trust in God's faithfulness. അതാ കർത്താവ് നമ്മെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. That is what the Lord has planned for us. ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കുക. Oh, to trust in God. ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ When we trust in God, നമ്മുടെ കുടുംബത്തിനകത്ത് വലിയ നന്മ വരും. we will experience great blessings in our family. ദൈവം ഈ വർഷം പറഞ്ഞത് എന്താണോ? What did the Lord tell you this year? അത് നിങ്ങൾ അനുസരിക്കുക. Obey that. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പോകാനല്ല. Don't go according to your own desire. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പോകുമ്പോൾ When we go according to God's desire, നിങ്ങളുടെ ഫാമിലിയിലേക്ക് ആ നന്മ വരും. that blessing will come into the family. ആമേൻ. ഇസഹാക്ക് അനുസരിച്ചപ്പോൾ When Isaac obeyed, ആമേൻ, അവന്റെ ജീവിതത്തിൽ നന്മ പ്രാപിച്ചു. in his life he experienced a great blessing from God. ആമേൻ. ഗ്രോയിങ് ടുഗദർ. Growing together. ഒരുമിച്ച് വളരുക. Grow together. ഒരുമിച്ച് പ്രവർത്തിക്കുക. Work together. ഒരുമിച്ച് നിൽക്കുക. Stand together. ഒരുമിച്ച് യൂണിറ്റി ബിൽഡ് ചെയ്യുക. Build up unity together. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. That will bring about a great blessing in our ഞാൻ lives. പലരെയും കണ്ടിട്ടുണ്ട്. I've seen many. പലർക്കും വലിയ പ്രവൃത്തിയും പ്രവർത്തനങ്ങളും ഉണ്ട്. They have many works of ministry and so അവർ on. ചിലരോടെല്ലാം പിണങ്ങി ജീവിക്കുന്നു. But they live in enmity with so many. മറ്റുള്ളവർക്ക് ദോഷം പ്രവർത്തിക്കുന്നു. They speak and work against others. ഇതുകൊണ്ടൊന്നും ഒരു നേട്ടവും നമുക്കില്ല. There is no gain in such things. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ വാക്കുകൾ Our words, എപ്പോഴും കൃപയോട് കൂടിയതാകട്ടെ. they must always be filled with grace. മറ്റുള്ളവരെ തകർക്കുന്നതാകരുത്. Not words that tear others down, മറ്റുള്ളവരെ പണിയുന്നവരാകട്ടെ. but let them be words that build others up. നിങ്ങളുടെ അടുത്തൊരു തകർന്ന മനുഷ്യൻ വന്നാൽ If there is someone who is crushed, who comes near ആ you, മനുഷ്യനെ നിങ്ങൾ ബിൽഡ് ചെയ്യണം. oh, build up that person. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. The Lord will arise on your behalf. ഇന്ന് ഈ വചനം കേൾക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ Some people who are listening to this word this morning, അസാധാരണമായ ചില മാറ്റങ്ങൾ സംഭവിക്കും. extraordinary changes are going to. ഒരു ഓർഡിനറി സ്ഥാനത്ത് നിന്നും ഒരു എക്സ്ട്രാ ഓർഡിനറി സ്ഥാനത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. God is going to bring you from an ordinary position to an extraordinary position. ദൈവത്തിന്റെ നടത്തിപ്പിലും വിശ്വസ്തതയിലും God's leading and God's faithfulness. ആശ്രയിച്ചാൽ If you trust in that, ദൈവം ഒരു അത്ഭുതം ചെയ്യും. God will do a miracle for you. ഈ വർഷം പറഞ്ഞ വാഗ്ദത്തം The promise that God gave you for this year, അടുത്ത 2 മാസം കൊണ്ട് പൂർത്തീകരിക്കും. He will fulfill it the next 2 months. അടുത്ത 4 മാസം കൊണ്ട് He will പൂർത്തീകരിക്കും. fulfill it within the next 4 months. ആമേൻ. ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുക. Trust in the faithfulness of God. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. Taste and see that the Lord is good. യഹോവയെ ഭയപ്പെട്ട് Fear the Lord. അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. Whoever fears the Lord and walks in His ways, they are blessed. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ When we love the Lord, ദൈവവചനം അനുസരിക്കും. we will obey the word. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ When you love the Lord, ദൈവിക കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് you കൊടുക്കും. will give importance to what is of God. ദൈവവചനത്തിൽ ആശ്രയിക്കുമ്പോൾ When you trust in the word, ആമേൻ, നിങ്ങൾ യേശുവിൽ നകന്നു പോകുകയില്ല. you will not go away from Jesus. നമ്മുടെ ജീവിതത്തിൽ In our lives, കഴിഞ്ഞ നഷ്ടപ്പെട്ട കാലങ്ങൾ ഓർത്ത് വിതുമ്പണ്ട. don't weep concerning the past times. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. God will do miracles for you. ദൈവത്തിന്റെ കരം കൂടിരിക്കണമേ. The hand of God will be with us. അങ്ങ് അത്ഭുതം ചെയ്യണമേ. Oh, do miracles, Lord. അങ്ങയുടെ മഹിമ വെളിപ്പെടുത്തണമേ. Reveal your glory, Lord. യേശുവിന്റെ നാമത്തിൽ In Jesus' name, ഞങ്ങൾ ഈ ജനത്തെ we അനുഗ്രഹിച്ച് bless പ്രാർത്ഥിക്കുന്നു. these people and pray. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കും. You trust in the Lord. നിങ്ങൾ അത്ഭുതം കാണും. You will see miracles. അത്ഭുതം നിശ്ചയം. Definitely you will see നിങ്ങൾ miracles. വിശ്വസിക്കുന്നു? Do you believe that? ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകും. I'm going to pray for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ ജനത്തെ ബ്ലസ് ചെയ്യണം. bless this people. അങ്ങയുടെ മഹിമ ഇറങ്ങണം. Let your glory descend. അങ്ങിൽ ആശ്രയിച്ച് നിമിത്തം Because they trust in you. ഈ ജനത്തിനുള്ള നന്മ അതുപോലെ കൊടുക്കണമേ. Oh, give them the blessing that they need, Lord. ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. We pray for our nation ഞങ്ങളുടെ India. എല്ലാ സ്റ്റേറ്റിനും വേണ്ടി We പ്രാർത്ഥിക്കും. pray for every state here. കേരളത്തിന് വേണ്ടി We പ്രാർത്ഥിക്കും. pray for Kerala. എല്ലാ മക്കളെ അങ്ങ് സൂക്ഷിക്കണേ. Oh, protect all your people. പേമാരിയിൽ നിന്ന് വിടുവിക്കണമേ. Oh, deliver them from the intense ഞങ്ങളുടെ rain. എല്ലാ മിനിസ്റ്റേഴ്സിനെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യണമേ. Protect all our ministers. എല്ലാം ജ്ഞാനത്തോടെ ചെയ്യാൻ, Let them all do it with wisdom. ജനത്തിന് ശുശ്രൂഷ ചെയ്യാൻ Oh, to serve the people. ഞങ്ങളുടെ എല്ലാ ഭരണകൂടങ്ങളെയും സഹായിക്കണമേ. Help all the governing authorities to do so. കർത്താവേ, ഞങ്ങൾ ബ്ലസ് ചെയ്യണം.
Oh Lord, we bless them. ജനമെല്ലാം ഉണരട്ടെ. Let all the people എല്ലാ arise. പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടട്ടെ. Let them be delivered from all their hardships. അനാഥരെയും വിധവമാരെയും അങ്ങ് സൂക്ഷിക്കണമേ. Oh, protect the widows and the orphans. വീടില്ലാത്തവർക്ക് ദൈവം വീട് കൊടുക്കണമേ. Those who don't have homes, restore രോഗികളെ them. അങ്ങ് സൗഖ്യമാക്കണം. Heal the sick, Lord. അങ്ങ് അത്ഭുതം ചെയ്യണം. Do miracles, Lord. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. God bless you. Love you.